മത്തിപ്പഞ്ഞി, മത്തിപ്പലിഞ്ഞീൻ, മീൻമുട്ട എന്നൊക്കെ പറയുന്ന മത്തീൻ്റെ പഞ്ഞി വാഴയിലയിൽ പൊള്ളിച്ചതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം മത്തി നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, മത്തീൻ്റെ മുട്ട സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഈ ഒരു മത്തീൻ്റെ പഞ്ഞി ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതേ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, പിന്നെ കുറച്ച് ഉപ്പ്, ഇത് ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ച് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അങ്ങനെ അതേ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ഫ്രൈ പാനാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കാം. വാഴയില ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് അതിലേക്ക് ഇനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുക. ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം പൊട്ടിത്തെറി സ്ഫോടനങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരിക്കുന്ന പഞ്ഞി ചേർത്ത് കൊടുക്കട്ടോ, മത്തീൻ്റെ പഞ്ഞി. മത്തിപ്പഞ്ഞിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കണം. ആ ചെറിയ തീയിൽ കിടന്ന് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും വേറെ തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കാം. ഈ ഒരു സമയത്ത് കൊതിപ്പിക്കുന്നൊരു മണമാണ് കേട്ടോ വരിക. ഇത് തിരിച്ചു മറിച്ചിട്ട് നല്ല പോലെ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മത്തിപ്പഞ്ഞി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കൊള്ളൂ കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.